ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ എനിക്ക് തന്ന ഒരു സ്പെഷ്യൽ ജപമാലയാണ്. മാർപ്പാപ്പയുടെ കുരിശുമൊക്കെയുള്ള ജപമാലയാണ്. എന്താണോ താനൊരു ജപമാല അർപ്പിച്ച് വെടിവെക്കെട്ട് ഒഴിവാക്കിയല്ലോ. നമ്മൾ എൻ്റെ വിശ്വാസം എങ്ങനെയാണ്, കുരുമുളക് ഇവിടെ നിന്ന് കടത്താൻ പറ്റിയാൽ ഇത്രയും സ്വർണം ഇങ്ങോട്ട് കൊണ്ടുവരണ്ട. അപ്പം ഇതെങ്ങനെ എൻ്റെ രഹസ്യം കണ്ടെത്തും? ഇതിൻ്റെ ഒരു 5 വിത്ത് തരുമോ? വാസ്കോഡിഗാമ തരാം, പക്ഷെ നിങ്ങളുടെ കുരുമുളകിൻ്റെ 5 വിത്ത് എനിക്ക് തന്നാൽ ഇതിൻ്റെ 5 വിത്ത് അങ്ങോട്ട് തരാം. വാസ്കോഡിഗാമ ഇവിടുന്ന് കുരുമുളകിന് ചെടി കൊണ്ടുപോയി പോർച്ചുഗലിലും ആഫ്രിക്കയിലും വെച്ചിട്ടു. ജാവൊന്നും കിളിച്ചില്ല. കാരണം വെച്ചാൽ ഈ കുരുമുളക് വളരണമെങ്കിൽ അന്തരീക്ഷ നീരാവിയിൽ. പക്ഷെ ഇയാൾ തന്ന ഈ കശുവണ്ടിയുടെ തൈ ഇവിടെ വെച്ച് കൊടുത്തപ്പോൾ ആട്ടിച്ച് പളത്തി അങ്ങ് വളരാൻ തുടങ്ങി കശുവണ്ടി. അങ്ങനെ കണ്ണൂർ 1.5 ലക്ഷം ടൺ കശുവണ്ടിയാണ് ഇപ്പോൾ വിളയുന്നത്. ഇപ്പോൾ കൊല്ലത്താണ് കശുവണ്ടി ഫാക്ടറി ഏറ്റവും കൂടുതൽ. അതിന് കാരണഭൂതനായ മനുഷ്യൻ തങ്ങളുകുഞ്ഞ് മുസ്ലിയാർ എന്ന് പറയുന്ന ഒരാളാണ്. അപ്പോൾ കണ്ണൂർ നീ നട്ട് ട്രാൻസ്ഫർ ചെയ്യും, പക്ഷെ അവിടെ വില കുറവാണ്. അപ്പോൾ കർണാടകത്തിൽ ഇവിടുന്ന് കുറേ ആളുകൾ പോയിട്ട് അവിടെ വ്യവസായം നടത്തും. അപ്പോൾ കൊല്ലത്തെ 1.5 ലക്ഷത്തോളം കർഷക തൊഴിലാളി പട്ടിണിയിലായി. ഗവൺമെൻറ് പറഞ്ഞ് ഇത് കടത്താൻ സമ്മതിക്കരുത്. വെടിവെപ്പ് തുടങ്ങിയാൽ ഒന്നുകിൽ ഈ കർഷകർ പുറകോട്ട് ഓടണം, അല്ലെങ്കിൽ ഈ പാറപ്പുറത്ത് കയറണം. പാറപ്പുറത്ത് കയറി തെന്നി അടിച്ച് താഴെ വീഴും. ഞാൻ ഫയറിന് ഓർഡർ കൊടുത്താൽ പുറകിൽ നിന്ന് പോലീസുകാർ ഇങ്ങോട്ട് ഫയർ ചെയ്യും, ഇവിടുന്ന് അങ്ങോട്ട് ഫയർ ചെയ്യും. ദീർഘാശം അടിച്ചാലും രക്ഷയില്ല. അപ്പോൾ എനിക്കൊരു മനുഷ്യനെ വെടിവെക്കുക, ഒരാളെ കൊല്ലുക എന്ന് പറഞ്ഞാൽ സഹിക്കാൻ വയ്ക്കില്ല. 1.5 ലക്ഷം തൊഴിലാളികൾ പട്ടിണിയിലായിരിക്കുകയാണ് കൊല്ലത്ത് അതിൻ്റെ സമീപ പ്രദേശത്തുള്ള കശുവണ്ടി ഫാക്ടറീസ്. ഞാൻ പെട്ടെന്ന് എൻ്റെ പോക്കറ്റിൽ നിന്ന് ജപമാല എടുത്തു. ഞാൻ എപ്പോഴും പോക്കറ്റിൽ ജപമാല കൊണ്ടുവരാം. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ എനിക്ക് തന്ന ഒരു സ്പെഷ്യൽ ജപമാലയാണ്. മാർപ്പാപ്പയുടെ കുരിശുമൊക്കെയുള്ള ജപമാലയാണ്. എന്താണോ താനൊരു ജപമാല അർപ്പിച്ച് വെടിവെക്കെട്ട് ഒഴിവാക്കിയല്ലോ. നമ്മൾ എൻ്റെ വിശ്വാസം എങ്ങനെയാണ്. ജപമാല രക്ഷപ്പെടുത്തിയ വെടിവെപ്പ്. ഞാനത് സാറ് ഒരു 10 മിനിറ്റ് എനിക്ക് ഫോൺ ചെയ്തൊക്കെ കിട്ടി, ഞാനത് ഓടിച്ചു വായിച്ചു. ഈ കഥയൊന്ന് പറയാമോ? ജപമാല രക്ഷപ്പെടുത്തിയ വെടിവെപ്പ്. അതായത് കേരളത്തിൽ ഈ കശുവണ്ടി എന്ന് പറയുന്ന സംഭവം ഏറ്റവും കൂടുതലുള്ളത് കണ്ണൂരാണ്. അപ്പോൾ ഈ കശുവണ്ടി എന്ന് പറഞ്ഞ സാധനം വടക്കേ അമേരിക്കയിൽ നിന്നുള്ള സാധനമാണ്. പോർച്ചുഗീസുകാർ വടക്കേ അമേരിക്കയിൽ ചെന്നപ്പം അവിടുന്ന് 3 സാധനം അവർ ലോകത്തിലേക്ക് കൊണ്ടുവന്നു. ഒന്ന് ടുബാക്കോ, പുകയില എന്ന സാധനം അമേരിക്ക റെഡ് ഇന്ത്യക്കാർക്ക് മാത്രമായിരുന്നു. അവരിങ്ങനെ ഇത് പുകച്ച് രസിക്കും. പോർച്ചുഗീസുകാർ എന്ന് ചോദിച്ചപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ പറഞ്ഞു, ഇത് ഞങ്ങൾക്ക് രസം കിട്ടുന്നൊരു സാധനമെന്ന് പറഞ്ഞു. അങ്ങനെ പോർച്ചുഗീസ് അത് എടുത്ത് വലിക്കുകയും അവരത് ഇന്ത്യയിലേക്കും ആഫ്രിക്കയിലേക്കും കൊണ്ടുവരികയും ചെയ്തു. അന്ന് വരെ നമ്മൾ ഈ വെറ്റിലയും ചുണ്ണാമ്പും ഒക്കെ വെച്ച് മുറുക്കിയിരുന്നു. അപ്പോഴാണ് ഈ പുകയിൽ വെച്ച് മുറുക്കാൻ തുടങ്ങിയപ്പോൾ രസം കിട്ടി. പിന്നെ ഈ പോർച്ചുഗീസുകാർ എന്ത് ചെയ്തു, അത് ചുരുട്ടി ബീഡിയും സിഗരറ്റാക്കി. ഇന്ത്യയിൽ വന്നപ്പം അത് ബീഡിയാക്കി ഇവിടെയുള്ള ഒരു ഇലയ്ക്കകത്ത് കെട്ടിയിട്ട് വലിക്കാൻ തുടങ്ങി. അപ്പോൾ ലോകം ഈ ടുബാക്കോ വരുന്നത് ഉത്തര അമേരിക്കയിൽ നിന്നാണ്. രണ്ടാമത് ചോക്ലേറ്റ്. അവിടുത്തെ പുരോഹിതന്മാർക്കും രാജാക്കന്മാർക്കും മാർക്കും തിന്നാൻ അനുവദിക്കുന്നൊരു സാധനമുണ്ട്. അത് ഈ പോർച്ചുഗീസുകാർ ചോദിച്ചപ്പോൾ പറഞ്ഞാൽ ചോക്ലേറ്റ് എന്ന സാധനമാണ്, തിന്നാൻ ഇച്ചിരി മധുരമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ ചോക്ലേറ്റ് അവിടെ നിന്ന് അവരെടുത്തുകൊണ്ട് വന്നിട്ട് ലോകം മുഴുവൻ കൊണ്ടുവന്ന് അവാക്കാഡോ, ചോക്ലേറ്റ് ഇതൊക്കെ അവിടെ നിന്ന് വരുന്നതാണ്. പഠിക്കുന്ന കുട്ടികൾക്ക് ബുദ്ധിശക്തി ഓർമ്മശക്തി കൂടുന്നൊരു സാധനമാണ്. മൂന്നാമത് അവർക്ക് അവിടെ നിന്ന് കിട്ടിയ സാധനമാണ് ഈ കാഷ്യൂനട്ട് എന്നൊരു സാധനം. അവർ കേരളത്തിൽ വന്ന് അവർക്ക് ഈ കുരുമുളകിൻ്റെ രഹസ്യം കണ്ടെത്താം. അപ്പോൾ ഇവിടുന്ന് കുരുമുളക് യൂറോപ്പിലോട്ട് പോകും, അവിടുത്തെ പാചകത്തിനത് സഹായിക്കും. അപ്പോൾ കുരുമുളകിന് തമിഴ് ഭാഷയിൽ പറയുന്ന വാക്കാണ് ഈ കറി എന്ന വാക്ക്, കറി. അപ്പോൾ സംഘകാല കൃതികളിലെ പ്രസിദ്ധമായ പതിറ്റുപ്പത്തിൽ പറയും, കറി ഏന്തി പോയിടും കപ്പലുകൾ പൊന്നേന്തി തിരികെ വരും. ഇവിടുന്ന് കുരുമുളക് അങ്ങോട്ടേക്കും തിരിച്ച് സ്വർണം തിരിച്ചു വരും. എൻ്റെ ഏറ്റവും വലിയ പോർട്ടായിരുന്നു കൊടുങ്ങല്ലൂർ, വലിയ തുറമുഖം. കൊടുവെന്ന് പറഞ്ഞാൽ വലിയത് തമിഴിലെ, കളവെന്ന് പറഞ്ഞാൽ തുറമുഖം എന്നർത്ഥം. അപ്പോൾ കൊടും കളം ഊർ, വലിയ തുറമുഖമുള്ള സ്ഥലം. അതിനെ മലയാളത്തിൽ നമ്മൾ വല്യഴി എന്ന് വിളിച്ചു. എന്നാൽ അവിടുത്തെ വല്യഴിക്ക് ഒരു കോപ്പി ചെയ്തിട്ട് കൊച്ചി രാജാക്കന്മാർ ഇവിടെ ഒരു അഴിയുണ്ടാക്കി. അതാണ് ഇളം കളം ഊർ, ചെറിയ തുറമുഖം. അത് മലയാളത്തിലാക്കിയപ്പോൾ കൊച്ചഴി, അത് കൊച്ചി എന്നായി. ഇപ്പോൾ കൊച്ചഴി കൊച്ചിയായി. അപ്പോൾ ശരിക്കുള്ള ഇളക്കല ഊർ നമ്മുടെ കല്ലൂർ സ്റ്റേഡിയമാണ്. കല്ലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയമാണ് അന്നത്തെ കൊച്ചി തുറമുഖം. അപ്പോൾ ഇത് കുരുമുളക് ഇവിടെ നിന്ന് കടത്താൻ പറ്റിയാൽ ഇത്രയും സ്വർണം ഇങ്ങോട്ട് കൊണ്ടുവരണ്ട. അപ്പം ഇതെങ്ങനെ എൻ്റെ രഹസ്യം കണ്ടെത്തും? അപ്പം വാസ്കോഡിഗാമ നേരെ നമ്മുടെ ചിറക്കൽ എത്തിയെന്നു. എന്നിട്ട് അയാളുടെ മുമ്പിൽ വെച്ചിട്ട് ഈ കാശിനോട്ട് ചവയ്ക്കാൻ തുടങ്ങി.
ചോദിച്ചത് എന്തുവാ? അല്ല, ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് രസത്തിന് ചവയ്ക്കുന്നൊരു സാധനമാണെന്നോ. ഒരു 4 എനിക്കറിയാമെന്ന് ചോദിച്ചു. അപ്പോൾ ഈ വാസ്കോഡിഗാമ 4 ചിറക്കട വാലിട്ട് ചവച്ചപ്പം അപാര രുചി. ഇതിൻ്റെ ഒരു 5 വിത്ത് തരുമോ? വാസ്കോഡിഗാമ തരാം, പക്ഷെ നിങ്ങളുടെ കുരുമുളകിൻ്റെ 5 വിത്ത് എനിക്ക് തന്നാൽ ഇതിൻ്റെ 5 വിത്ത് അങ്ങോട്ട് തരാം. അങ്ങനെ വിത്തുകൾ അങ്ങോട്ട് ചെന്ന് കൊടുത്തു, ഈ ചെടികൾ അങ്ങോട്ട് ചെന്ന് കൊടുത്തു. വാസ്കോഡിഗാമ ഇവിടുന്ന് കുരുമുളകിന് ചെടി കൊണ്ടുപോയി പോർച്ചുഗലിലും ആഫ്രിക്കയിലും വെച്ചിട്ടു. ചാവൊന്നും കിളിച്ചില്ല. കാരണം വെച്ചാൽ ഈ കുരുമുളക് വളരണമെങ്കിൽ അന്തരീക്ഷ നീരാവിയിൽ ഇത്ര നീരാവി വേണം, മണ്ണിന് ചില പ്രത്യേക മിനറൽസ് വേണം. അപ്പോൾ വാസ്കോഡിഗാമ ചെയ്തിരുന്ന് ഇവിടുന്ന് ഒരു 2 ടൺ മണ്ണോടെ കൊണ്ടുപോയിട്ട് അവിടെ വെച്ച് പിടിപ്പിച്ചിരുന്ന രക്ഷപ്പെട്ടു തന്നെ. പക്ഷേ ഇയാൾ തന്ന ഈ കശുവണ്ടിയുടെ തൈ ഇവിടെ വെച്ച് പിടിപ്പിച്ചപ്പോൾ അടിച്ച് പളത്തി അങ്ങ് വളരാൻ തുടങ്ങി കശുവണ്ടി. അങ്ങനെ കണ്ണൂർ 1.5 ലക്ഷം ടൺ കശുവണ്ടിയാണ് ഇപ്പോൾ വിളയുന്നത്. ഇപ്പോൾ ഒരു പെർ ഇയർ 1.5 ലക്ഷം ടൺ കശുവണ്ടി ഉണ്ടാവും. കണ്ണൂർ കാസർഗോഡ് വയനാട് ആ മേഖലയിലോട്ട്. പക്ഷേ അവിടെ കശുവണ്ടി ഫാക്ടറി വളരെ കുറവാണ്. കാരണം അവിടുത്തെ തൊഴിലാളി നല്ല മിലിറ്റൻ്റാണ്. അതുകൊണ്ട് അവിടെ ഒരു കശുവണ്ടി ഫാക്ടറി ഉണ്ടായാൽ അത് മുതലാവില്ല എന്ന് തോന്നി. പക്ഷേ കൊല്ലത്താണ് കശുവണ്ടി ഫാക്ടറി ഏറ്റവും കൂടുതൽ. അതിന് കാരണഭൂതനായ മനുഷ്യൻ തങ്ങളുകുഞ്ഞ് മുസ്ലിയാർ എന്ന് പറയുന്ന ഒരാളാണ്. അതായത് 4ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. പക്ഷെ അപാര കോമൺ സെൻസാണ്. അതിൻ്റെ ഒരു കോളേജുകളൊക്കെ ഉണ്ടല്ലോ, 8 കോളേജുകളും ഒരുപാട് സ്കൂളുകളും. TKM കോളേജ്, തങ്ങളുകുഞ്ഞ് മുസ്ലിയാർ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്, മാനേജ്മെൻറ്റ്, ആർട്സ് ആൻഡ് സയൻസ്, ഇങ്ങനെ പല പല കോളേജുകളാണ്. പിന്നെ ഈ കശുവണ്ടി കുക്ക് ചെയ്ത് പൊട്ടിക്കുമ്പം ആ 40% കശുവണ്ടി പൊടിഞ്ഞു പോവുക. ഈ ഞങ്ങളൊന്നും മനസ്സിലായി എന്തെന്നറിയാമോ? ഓരോ ടെമ്പറേച്ചറിൽ വെച്ചിട്ട് കശുവണ്ടി ചൂടാക്കി പൊട്ടിക്കാന്ന് പറയാം. മുസ്ലിയാർ കണ്ടെത്തി ഒരു പർട്ടിക്കുലർ സെൻറ്റിഗ്രേഡിൽ പൊട്ടിച്ചാൽ ഒരു 95% നട്ട് പൊട്ടാതെ തിരിച്ച് കിട്ടും, ഫുൾ നട്ട് കിട്ടും. ഇയാൾ ആ ടെമ്പറേച്ചറിൽ വെച്ചിട്ട് യന്ത്രം ഉണ്ടാക്കി കശുവണ്ടി പൊട്ടിക്കാന്ന് പറയും. അപ്പോൾ കൊല്ലത്ത് സായിപ്പ്മാരൊക്കെ വരുമ്പോൾ ഇവർ ആഹാരം കഴിക്കുമ്പോൾ ഈ മുസ്ലിയാർ ശ്രദ്ധിക്കാൻ തുടങ്ങി. അപ്പോൾ ഈ ബ്രിട്ടൻ, ഫ്രാൻസ്, അമേരിക്ക എന്നൊക്കെ വരുന്ന സായിപ്പ്മാർ അവരുടെ വാ ചെറുതാണ്, പല്ലും ചെറുതാണ്. അവർക്ക് ചെറിയ നട്ടേ അവരെടുക്കത്തുള്ളൂ ചവയ്ക്കാനുള്ള പരുവത്തിൽ. അതുകൊണ്ടാണ് അവരുടെ സങ്കല്പത്തിൽ കൊച്ചരിപ്പല്ലുകൾ സൗന്ദര്യലക്ഷണമാണ്. ഹെലനോ ട്രോയ്ക്ക് കൊച്ചരിപ്പല്ലുകളായിരുന്നു, ചെറിയ പല്ലുകളായിരുന്നു. കാരണം അവൻ്റെ സൗന്ദര്യ സങ്കല്പത്തിൽ അവൻ്റെ കൂട്ട് പല്ലുള്ള ആളായിരിക്കണം. ആ സ്വാധീനത്തിലാണ് ഇന്ത്യയിൽ പല്ല് ആ പെൺകുട്ടിക്ക് കൊച്ചരിപ്പല്ലായിരുന്നു, സിനിമയിലൊക്കെ പറയത്തില്ലേ. പക്ഷേ ഈസ്റ്റേൺ യൂറോപ്പ്, റഷ്യ, ചെക്കോസ്ലോവാക്യ, പോളണ്ട്, അവിടുന്ന് വരുന്ന ആളുകൾ വലിയ നട്ട എടുക്കത്തുള്ളൂ. അവൻ്റെ വാ വലുതാണ്, അവൻ്റെ ഈ പല്ലുകൾ വലുതാണ്. അവർ സ്കാൻഡിനേവിയൻ പീപ്പിളിൻ്റെ സന്ധി പരമ്പരയാണ്. അപ്പോൾ ഈ ഇറച്ചി എല്ലൊക്കെ വലിച്ച് കടിച്ച് പറിച്ച് തിന്നാൻ പരുവായതുകൊണ്ട് അവർക്ക് വൈക്കിങ്സിൻ്റെ ആ ഒരു വലിയ പല അവർ കിട്ടി. അവരെപ്പോഴും വലിയ നട്ട എടുക്കത്തുള്ളൂ. തങ്ങൾ മനസ്സിലായി എന്ത് ചെയ്തു? നട്ടിനെ ക്ലാസിഫൈ ചെയ്തു. 55, 65, 75, 85, 90, 95, 100, 110, 120 എന്ന് ട്രാൻസ്ലേറ്റ്. എന്നിട്ട് വലിയ നട്ടെല്ലാം ഈസ്റ്റേൺ യൂറോപ്പിലും റഷ്യയിലോട്ട് അയച്ചു. ചെറിയ നട്ടെല്ലാം നേരെ അമേരിക്ക, ഇംഗ്ലണ്ടിനും ഫ്രാൻസിനും അയച്ചു. അന്ന് ചൈനയുമായിട്ട് വലിയ ട്രേഡ് ഇല്ല. കുറച്ച് കഴിഞ്ഞാൽ മനസ്സിലാവുന്നത് ചൈനക്കാർക്ക് എബോവ് 90 to 120 കാലത്തുള്ള നട്ടാണ് അവനിഷ്ടം. അപ്പം വലിയ നട്ട അവർ ചൈനയ്ക്ക് അയക്കാൻ തുടങ്ങി. ചുരുക്കം പറഞ്ഞാൽ കഴിഞ്ഞ വർഷം 8,500 കോടിയാണ് കാഷ്യൂ നട്ടിൽ നിന്ന് കേരളത്തിലേക്ക് വരുന്ന പൈസ, 8,500 crores. അപ്പോൾ കേരളത്തിൽ നട്ടിന് വില കൂടുതലാണ്. കാര്യം കോഴിക്കോട്, കൊച്ചി, കൊല്ലം തൊട്ട് എല്ലാ പോർട്ടിൽ നിന്നും കശുവണ്ടി കയറ്റുമതി ചെയ്യാം, വിമാനത്തിലും കയറ്റുമതി ചെയ്യും. പക്ഷെ കണ്ണൂർ വിമാനത്താവളമില്ല, കണ്ണൂർ തുറമുഖമില്ല. അപ്പോൾ കണ്ണൂർ ഈ നട്ട് ട്രാൻസ്ഫർ ചെയ്യും. പക്ഷെ അവിടെ വില കുറവാണ്. കാര്യം ഈ ട്രാൻസ്പോർട്ടിങ്ങിൻ്റെ ചാർജ് കൂട്ടിയിട്ട് വേണം എക്സ്പോർട്ട് ചെയ്യാൻ. തോട്ടണ്ടി. അപ്പോൾ കർണാടകത്തിൽ ഇവിടുന്ന് കുറേ ആളുകൾ പോയിട്ട് അവിടെ വ്യവസായം തുടങ്ങി. ഇവിടുത്തെ ലേബർ അത്ര മിലിറ്റൻ്റ് അല്ല. അപ്പോൾ കേരളത്തിൽ കിട്ടുന്നതിനേക്കാളും ഒരു 10 രൂപ കൂടുതലാണ് കർണാടകത്തിലെ കശുവണ്ടിയുടെ വില. അപ്പോൾ ഈ കശുവണ്ടി ഇവിടുന്ന് അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ തുടങ്ങി. തളിച്ചുകൊണ്ടായിട്ടും പണിക്കൂലി കുറവാണ്. അപ്പോൾ ഈ 10 രൂപ കൂടുതൽ കൊടുത്താൽ അവർക്ക് ലാഭമാണ്. അപ്പോൾ കൊല്ലത്തെ 1.5 ലക്ഷത്തോളം കർഷക തൊഴിലാളി പട്ടിണിയിലായി. ഗവൺമെൻറ് പറഞ്ഞത് കടത്താൻ സമ്മതിക്കരുതെന്ന് പറഞ്ഞു. നായനാർ ഉത്തരവിട്ടു, അലക്സാണ്ടറെ ഒറ്റ കശുവണ്ടി അപ്പുറത്ത് പോയത് തടയണമെന്ന്. കണ്ണൂർ പ്രദേശത്ത് നിന്ന് കർണാടകത്തിലോട്ട് പോകുന്നത് ഒരൊറ്റ പാലം വഴിയാണ്.
മനസ്സിലാകും. അന്ന് അങ്ങ് കണ്ണൂർ SP ആണ്. ഞാൻ കണ്ണൂർ SP ആ, നയനാർ മന്ത്രിസഭ. അപ്പോൾ ആ പാലം റൂട്ടങ്ങ് ബ്ലോക്ക് ചെയ്യാൻ തീരുമാനിച്ചു. ഞങ്ങളൊരു 200 പോലീസ് അവിടെ ചെന്നിട്ട് പാലം ബ്ലോക്ക് ചെയ്തു. കർഷകരൊരു 8,000-ഓളം പേര് മാർച്ച് ചെയ്ത് വരികയാണ്. തലയിൽ കശുവണ്ടി വെച്ചോണ്ട് മാർച്ച് ചെയ്ത് വരികയാണ്. പെട്ടെന്ന് ഞാൻ സിറ്റുവേഷൻ നോക്കിയപ്പോൾ ഉണ്ടല്ലോ, ഒരു സൈഡ് ഒരു പാറയാണ്, തലേന്നൊരു മഴ പെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പാറ ഇങ്ങനെ നനഞ്ഞു കിടക്കാണ്. വെടിവെപ്പ് തുടങ്ങിയാൽ ഒന്നുകിൽ ഈ കർഷകർ പുറകോട്ട് ഓടണം, അല്ലെങ്കിൽ ഈ പാറപ്പുറത്ത് കയറണം. പാറപ്പുറത്ത് കയറി തെന്നി അടിച്ച് താഴെ വീഴും. മറുവശം ഒരു നദിയാണ്, അതൊരു 25-30 അടി താഴ്ചയാണ്. നദിയിലോട്ട് ഒരു ചാടിയാൽ അവിടെ മുഴുവൻ പാറയാണ്. പാറപ്പുറത്ത് തലയടിച്ച് വലിയ അപകടം ഉണ്ടാകും. ഇപ്പോൾ ഒരു പുഷ് ചെയ്ത് പുറകോട്ട് മാറിയേറ്റാലെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ട് ഈ കറക്റ്റ് സമയത്ത് എത്താത്ത 2 പോലീസ് വണ്ടി പുറകിൽ കൂടെ വന്നിട്ട് ബാക്കിൽ ഒന്ന് നിൽക്കുന്നു. അപ്പോൾ ലാത്തി ചാർജ് വെടിവെപ്പ് ഉണ്ടായി കഴിഞ്ഞാൽ അവർക്ക് പുറകോട്ട് പോകാൻ പറ്റില്ല, അവിടെ പോലീസ് ഇങ്ങോട്ട് നിൽക്കുകയല്ലേ. ഞാൻ ഫയറെന്ന് ഓർഡർ കൊടുത്താൽ പുറകിൽ നിന്ന് പോലീസുകാർ ഇങ്ങോട്ട് ഫയർ ചെയ്യും, ഇവിടുന്ന് അങ്ങോട്ട് ഫയർ ചെയ്യും. ടിയർ ഗ്യാസ് അടിച്ചാലും രക്ഷയില്ല. അപ്പോൾ എനിക്കൊരു മനുഷ്യനെ വെടിവെക്കുക, ഒരാളെ കൊല്ലുക എന്ന് പറഞ്ഞാൽ സഹിക്കാൻ വയ്ക്കില്ല. എൻ്റെ ജീവിതത്തിൽ 33 സർവീസിൽ ഒരിക്കൽ പോലും ഒരാൾ വെടിവെപ്പിൽ മരിച്ചിട്ടില്ല. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഇതൊരു ഭയങ്കര സംഭവം. ജുഡീഷ്യൽ എൻക്വയറി വരും, സസ്പെൻഷൻ ഉണ്ടാവും, എങ്ങനെ വേണമെങ്കിലും ഉണ്ടാവാം. മുഖ്യമന്ത്രി പറഞ്ഞിട്ടാണ് സംഭവിച്ചതെന്ന് ന്യായമില്ലല്ലോ. മുഖ്യമന്ത്രി വെടിവെച്ചോളാൻ പറഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രി വെടിവെക്കാൻ പറഞ്ഞിട്ടില്ല, പക്ഷേ ഒരു കാരണവശാലും ഒരു തലകേടായിട്ട് അത് പൊക്കളയത്. കാര്യം 1.5 ലക്ഷം തൊഴിലാളികൾ പട്ടിണിയിലായിരിക്കുകയാണ് കൊല്ലത്ത് അതിൻ്റെ സമീപപ്രദേശത്തുള്ള കശുവണ്ടി ഫാക്ടറീസ്. ഞാൻ പെട്ടെന്ന് എൻ്റെ പോക്കറ്റിൽ നിന്ന് ജവമാല എടുത്തു. ഞാനെപ്പോഴും പോക്കറ്റിലൊരു ജവമാല കൊണ്ടുവരാം. ആ ജവമാല എടുത്തിട്ട് എൻ്റെ കഴുത്തിലൊരു ജവമാല ഉണ്ട്. ഞാൻ ജവമാല എടുത്തിട്ട് പതുക്കെ ജവമാല അർപ്പിക്കാമെന്ന് പറഞ്ഞു. മനസ്സിലാകുന്നുണ്ട്? അപ്പോൾ ഈ ജവമാല എന്ന് പറഞ്ഞാൽ ജോൺ പോൾ 2 മാർപ്പാപ്പ എനിക്ക് തന്ന ഒരു സ്പെഷ്യൽ ജവമാലയാണ്. മാർപ്പാപ്പയുടെ കുരിശൊക്കെയുള്ള ജവമാലയാണ്. അപ്പോൾ ഞാൻ ഈ ജവമാല അർപ്പിക്കാൻ തുടങ്ങിയപ്പം ഈ കർഷക നേതാക്കന്മാർ വന്ന് പറഞ്ഞു, SP എന്തിനാ ഈ ജവമാല പോലീസ് ജീപ്പിൻ്റെ ബോണറ്റിൽ കയറുന്ന ജവമാല അർപ്പിക്കുന്നത്? ഇദ്ദേഹം എന്തിനാ ഇവിടെ ജവമാല അർപ്പിക്കുന്നത്? അപ്പോൾ പുറകിൽ നിന്ന് DYS പറയും, പള്ളിയിൽ അച്ഛനാകുമ്പോൾ ആൾ IPS എടുത്തുകൊണ്ട് വന്നിരിക്കുകയാണ്, വെടിവെക്കാൻ നേരത്തെ ജവമാല അർപ്പിക്കുക, കളിയാക്കി. അയാൾക്ക് ഇത് DYSക്ക് മനസ്സിലാകുന്നില്ല ഈ SP ജവമാല അർപ്പിക്കുക. ഇന്ന് വെടിവെപ്പുണ്ടാവും, അങ്ങനെയൊക്കെ ഒന്നും ചെയ്യാനുള്ള കപ്പാസിറ്റി അതിനയാൾ ജവമാല അർപ്പിക്കുന്നത്. അപ്പോൾ ഈ ജനം പാനിക്കുന്നുള്ളതല്ല, ആ സ്ഥലത്തെ ജനം മുഴുവൻ ഈ കത്തോലിക്കർ തെക്കൊന്ന് സെറ്റിൽ ചെയ്തിട്ടുള്ളതാണ്. പാലാ കാഞ്ഞിരപ്പള്ളി പോയിട്ടുള്ള ക്രിസ്ത്യാനികളാണ്, കുടിയേറ്റ ക്രിസ്ത്യാനികൾ. അപ്പോൾ അവർ പറയുന്ന വെച്ചാൽ ഒരു ക്രിസ്ത്യാനിയെ ഒരു SP വെടിവെക്കാൻ പറ്റാത്ത സങ്കടത്തിൽ ഒഴിവാക്കാൻ വേണ്ടിയാണല്ലോ ഈ ജവമാല അർപ്പിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പം മാക്കൂട്ടം ബ്രിഡ്ജിൻ്റെ ഇപ്പുറത്ത് ഞങ്ങൾ ബ്ലോക്ക് ചെയ്യുന്നു. അപ്പുറത്ത് ഞാൻ ബാക്കിൽ പോലീസ് നിൽക്കുകയാണ്. അവർ താമസിച്ചു പോയിട്ട് ഇതിൻ്റെ പുറകിലായി പോയതാണ്. ഇവരെല്ലാം കൂടെ പോയി ആലോചിച്ചിട്ട് എൻ്റെ നേതാക്കന്മാർ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, സാറ് വെടിയൊന്നും വെക്കണ്ട, ഞങ്ങൾ തള്ളിക്കയറത്തില്ല, ഞങ്ങൾ തറയിലിരിക്കുകയാണ്. സാറ് ഈ ജവമാല അർപ്പിക്കുന്നത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഒരു മനംമാറ്റം വന്നു, അതുകൊണ്ട് ഞങ്ങൾ തറയിലിരിക്കും, സാറ് കുറച്ചുപേരെ അറസ്റ്റ് ചെയ്യും, ഉച്ചയാകുമ്പോൾ ഞങ്ങൾ പിരിഞ്ഞു പൊക്കോളാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ തറയിലിരുന്നു. 10-300 പേരെ ഞങ്ങൾ അറസ്റ്റ് ചെയ്തു. ഉച്ചക്ക് 1 മണിയായപ്പോൾ അവർ സമരം വിഡ്രോ ചെയ്തിട്ട് തിരിച്ചു തലച്ചുമടായിട്ട് അങ്ങ് പോയി. അപ്പോൾ ഇതൊരു പോലീസ് യുദ്ധം ചെയ്യേണ്ടതാണെന്ന് വെച്ചാൽ അല്ല, പോലീസ് ദിവസം ലാത്തി ചാർജാണെങ്കിൽ വെടിവെക്കണം, ടിയർ ഗ്യാസ് അടിക്കണം, പറ്റിയില്ല വെടിവെക്കണം, അല്ലേ പോലീസ് യുദ്ധം ജോലി. അല്ലാതെ പോലീസിൻ്റെ ബോണറ്റിൽ കയറുന്ന ജവമാല അർപ്പിക്കുക. അന്ന് ഈ TV ചാനലുകളൊന്നും ഇല്ല. TV ചാനലുണ്ടെങ്കിൽ ഞാൻ ജവമാല അർപ്പിക്കുന്ന അപ്പോൾ ഏഷ്യാനെറ്റിലെ മനോരമ ന്യൂസിൽ ലോകം മുഴുവനാവത്തില്ലേ, ഒരു SP തോക്കം പിടിച്ചുകൊണ്ട് ബോണറ്റിൽ കയറി നിന്നിട്ട് ജവമാല അർപ്പിക്കുന്നതെന്ന് പറയത്തില്ല, അതായത് കളിയാക്കുന്ന പരിപാടി. പ്രൈം ടൈം ചർച്ചയായിരിക്കും. പ്രൈം ടൈം ചർച്ച. ഈ പോലീസ് ശരിയാണോ, വെടിവെക്കേണ്ട സ്ഥലത്ത് ജവമാല അർപ്പിക്കുന്നു എന്ന് പറയും, ഭയങ്കര വേണം. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഈ KR ഗൗരിയമ്മ, അന്നത്തെ റവന്യൂ മന്ത്രി, ഇൻഡസ്ട്രീസ് മിനിസ്റ്ററാണ്, KR ഗൗരിയമ്മ നേരെ ഗസ്റ്റ് ഹൗസ് വന്നു. സംഭവമെല്ലാം കഴിഞ്ഞിട്ട് ഗൗരിയമ്മയ്ക്ക് ഈ ജവമാലയൊന്നും വിശ്വാസമുള്ള ആളല്ല. കളക്ടർ എന്നെ വിളിച്ചു, സത്യാന ഡാഷാണ് കളക്ടർ. ഞങ്ങൾ നേരെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങളോട് ചോദിച്ചു, എന്തോ സിറ്റുവേഷൻ. നമ്മൾ സിറ്റുവേഷൻ ഇതാണ്, ഒരു കംപ്ലീറ്റ്ലി എൻറേജ്ഡാണ്, അവരെ സപ്രസും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒന്നുകിൽ വില കൂട്ടി നമ്മൾ കശുവണ്ടി വാങ്ങിക്കണം, ഇല്ലെങ്കിൽ നമ്മൾ വേറെ ഓൾട്ടർനേറ്റ് മെത്തേഡിൽ കൊണ്ടുപോയാൽ പറ്റുമെന്ന് പറഞ്ഞു.
വില കൂട്ടാൻ നിങ്ങൾ തയ്യാറല്ലെങ്കിൽ ഞങ്ങൾ ഈ കശുവണ്ടി ഇവിടെ സ്റ്റോക്ക് ചെയ്യും, ഫുട്ബോൾ സ്റ്റേഡിയത്തിൽ സ്റ്റോക്ക് ചെയ്യും. കൊണ്ടുപോകാൻ പറ്റത്തില്ല, കൊണ്ടുപോകാൻ സമ്മതിക്കത്തില്ല, അന്ന് കൊല്ലത്തോട്ട് കൊണ്ടുപോകാൻ സമ്മതിക്കില്ല. അപ്പോൾ ഞങ്ങൾ കോപ്പറേറ്റീവ് സൊസൈറ്റീസിനെ കൊണ്ട് കശുവണ്ടി വാങ്ങിച്ചിട്ട്, ഇപ്പോൾ പെട്ടെന്ന് കശുവണ്ടി വിറ്റെങ്കിലേ വീട്ടിൽ ജീവിക്കാൻ പറ്റുന്ന കർഷകരുണ്ട്, ചെറിയ കർഷകർ. അവർ ഈ കേരളത്തിൽ ഫിക്സ് ചെയ്ത വിലയ്ക്ക് സാധനം വിൽക്കാൻ തുടങ്ങി. 10 രൂപ കൂടുതൽ കിട്ടാനാണല്ലോ അവർ കർണാടകത്തിൽ പോകുന്നത്. കിട്ടിയ വിലയ്ക്ക് വിൽക്കും ഈ ചെറിയ കർഷകർ. വലിയ കർഷകർ 3 മാസം സ്റ്റോക്ക് ചെയ്താലും കുഴപ്പമില്ലാത്തവരെ സ്റ്റോക്ക് ചെയ്യുള്ളൂ. അപ്പോൾ അതെല്ലാം ഞങ്ങൾ നേരെ ഫുട്ബോൾ സ്റ്റേഡിയത്തിൽ കൊണ്ടുവന്ന് പാക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പം ഞാൻ പറഞ്ഞു, സാർ ഇത് മാഡം ഇത് ട്രാൻസ്പോർട്ട് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ ഞങ്ങൾ ടെൻഡർ വിളിച്ചു. ടെൻഡർ വിളിച്ചപ്പോൾ എന്താ, ഏറ്റവും ലോസ് ടെൻഡർ പിടിച്ചത് കൊല്ലത്തെ ഒരു ആളാണ്. ഒരു ലോറിക്ക് ഒരു ആവറേജിൻ്റെ ഒരു 65% റേറ്റ് ഇയാൾ പിടിച്ചു. അപ്പം ഞാൻ അവനെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ കൊല്ലത്തുനിന്ന് വരുന്നവനാണ്, നിങ്ങൾ ഈ റേറ്റിൽ എങ്ങനെ ലോറി പോകും? അയാൾ പറഞ്ഞു, ഞാൻ റിട്ടേൺ ട്രിപ്പിന് ലോറി എടുക്കുള്ളൂ. ഇവിടെ ലോറി വരുന്നു, സാധനം അൺലോഡ് ചെയ്ത് റിട്ടേൺ ട്രിപ്പ് പിടിക്കും, അപ്പോൾ അവന് പകുതി കൊടുത്താൽ മതി, അപ്പം എനിക്ക് ലാഭമാണെന്നു. ഞാൻ പറഞ്ഞു, ഈ കൊല്ലത്തുനിന്ന് കണ്ണൂർ വരുന്ന ലോറി അപൂർവമായിട്ടല്ലേ ഉള്ളൂ, ആ ലോറിയിൽ ട്രാൻസ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ സാധനം അങ്ങോട്ട് ചെല്ലത്തില്ലല്ലോ. ചുരുക്കം പറഞ്ഞാൽ കൊല്ലത്തെ കശുവണ്ടി തൊഴിൽ ഫാക്ടറികൾ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല. ഇവിടുന്ന് വല്ലപ്പോഴും ഇയാളുടെ ഒരു ലോറി റിട്ടേൺ അല്ലേ ഉള്ളൂ. അപ്പോൾ കെയർ ഗൗരവം ചോദിച്ചു, എന്താ എസ് പി ഞാൻ ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞു, ഞാൻ 2 പണി പറയാം. ഒന്ന്, ഇയാളുടെ ടെൻഡർ ലോസ് ടെൻഡറാണ്, ക്യാൻസൽ ചെയ്താൽ നമുക്ക് നിയമപരമായ തെറ്റാണ്. അല്ലെങ്കിൽ ഗൗരവം ഒരു കാര്യം ചെയ്യണം, 2 and 4 ടിക്കറ്റ് റേറ്റ് വെച്ചിട്ട് ടെൻഡർ വിളിക്കണം, മിനിമം അത്രയും വെച്ചിട്ട് ടെൻഡർ വിളിക്കണം. അപ്പോൾ അത് കൂട്ടി വിളിക്കുന്ന ആരാന്ന് വെച്ചാൽ അവന് കൊടുക്കാം. രണ്ടാമത്തത്, ഞാനൊരു റേറ്റ്, ഒരു ഗുഡ്സ് ട്രെയിൻ, 20 ബോഗിയുള്ള ഒരു ഗുഡ്സ് ട്രെയിൻ ബുക്ക് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അത്രയും ബുക്ക് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരു 200 ലോറിയുള്ള സാധനം ഒറ്റ ട്രെയിനിലങ്ങ് പോവും. അത് ചെയ്തോ. അപ്പോൾ റെയിൽവേ ലേലം വിളിച്ചല്ലോ ചെയ്യുന്നത്, ഇന്ത്യൻ റെയിൽവേക്ക് ഒരു റേറ്റ് അല്ലേ ഉള്ളൂ. അപ്പോൾ അതെടുത്താൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ സദേൺ റെയിൽവേ ആളിനോട് ബന്ധപ്പെട്ടപ്പോൾ അവർ ഒരു ഗുഡ്സ് ട്രെയിൻ അയച്ചെന്ന് 20 ബോഗി. അപ്പോൾ ഒരു ബോഗിക്കകത്ത് ഒരു 4-5 ലോറിയുടെ സാധനം കയറും, മേളറ്റം വരെ അങ്ങ് ഇട്ട് നിറയ്ക്കാം. ചുരുക്കം പറഞ്ഞാൽ ഒരു 100-150 ലോറിയിൽ കൊള്ളേണ്ട കശുവണ്ടി ഒരു ഗുഡ്സ് ട്രെയിനിലോട്ട് കയറ്റി നേരെ വണ്ടി കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ ചെല്ലും. അവിടെ ഓരോ കശുവണ്ടി കമ്പനി ഓരോ ലോറിയായിട്ട് വരിക. ആ ലോറിക്ക് ഒരു ലോറി അളന്നവന് കൊടുക്കുക, അടുത്തവൻ അടുത്ത ലോറി കൊടുക്കുക. അങ്ങനെ 150 ലോറി കശുവണ്ടി അവിടെ ചെന്നു. 150 ലോറിക്കകത്ത് പോയി എല്ലാ കശുവണ്ടി ഫാക്ടറിയിലും ഒരു ലോറി കിട്ടി. അതോടെ ഫാക്ടറി തുറന്നു, അവന് പണി തുടങ്ങി കഴിഞ്ഞപ്പം ഗൗരിയമ്മ തൻ്റെ ഇടമായിട്ട് ഉത്തരവിട്ടു, 2 and 4 റേറ്റ് മിനിമം വെച്ചിട്ട് ടെൻഡർ വിളിച്ചു. അപ്പോൾ അതിന് 10 രൂപ കൂട്ടി ടെൻഡർ വന്നു. ഫുട്ബോൾ നമ്മുടെ പോലീസിൻ്റെ സ്റ്റേഡിയം മുഴുവൻ 15 അടി 20 അടി പൊക്കത്ത് വെച്ച കശുവണ്ടി ഒറ്റയടിക്ക് കപ്പാൻ തുടങ്ങി. അങ്ങനെ 48 മണിക്കൂർ തുടർച്ചയായി ലോറി ലോഡ് ചെയ്യുക, പോവുക. ഈ കശുവണ്ടി മുഴുവൻ കൊല്ലത്തെത്തി. ഇവിടുത്തെ കർഷകർക്ക് വില കിട്ടി, അവിടുത്തെ കർഷകർക്ക് ജോലിക്കാർക്ക് പണിയും കിട്ടി. അപ്പോൾ ഒരു കർണാടകത്തിൽ കൊടുത്തിരുന്നതിനേക്കാൾ ഒരു 5-8 രൂപ കുറവായി അവർക്ക് കിട്ടുന്നത്. ബട്ട് സ്റ്റിൽ അത്യാവശ്യം ജീവിക്കാൻ ആ സീസൺ നോക്കുന്ന കർഷകരുണ്ടല്ലോ, അവന് വരുമാനം കിട്ടി. അപ്പോൾ ഇഷ്ടംപോലെ വരുമാനം കിട്ടിക്കഴിഞ്ഞപ്പം മറ്റവൻ വില കുറച്ചു, ഈ സ്റ്റോർ വെച്ചും വില കുറച്ചു. അപ്പോൾ 2 പ്രശ്നം പരിഹരിച്ചു. അപ്പോൾ കെയർ ഗൗരിയമ്മയുടെ ആ ദീർഘവീക്ഷണം, അപാര ദീർഘവീക്ഷണം. ഈ ജപമാല കഥ മുഖ്യമന്ത്രി നയനാർ അറിഞ്ഞായിരുന്നു? പറഞ്ഞു. എന്തോരത് കമന്റ്? നയനാർ ചോദിച്ചു, എന്താണോ താൻ ജപമാല അർപ്പിച്ച് വെടിവെക്കിട്ട് ഒഴിവാക്കിയല്ലോ. നമ്മൾ എൻ്റെ വിശ്വാസം അങ്ങനെയാണ്, അതുകൊണ്ട് ഞാനങ്ങനെ ചെയ്താന്ന് പറഞ്ഞു. അപ്പം നയനാർക്ക് അസാമാന്യ ഫലിതമുണ്ട്. ആ ഫലിതത്തിനകത്തും അദ്ദേഹം കാര്യം സാധിച്ചു. അപ്പോൾ ഒരിക്കൽ ഈ അദ്ദേഹത്തിന് ഭയങ്കര ഡയബറ്റീസാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ എന്നെ വിളിച്ചിട്ട് പറയും, SP ഒരു കാര്യം ചെയ്യണം, അദ്ദേഹത്തിന് മറ്റേ വലിയ മധുരമൊന്നും കൊടുത്തുകളയരുത്, ഇദ്ദേഹത്തിന് ഭയങ്കര സ്വഭാവമെന്ന് പറഞ്ഞു. അപ്പം നയനാർ 2 മക്കളെയും പഠിപ്പിച്ച, ഉഷയെ ഞാൻ ബികോമിന് പഠിപ്പിച്ച, മറ്റേ ചന്ദ്രനെയും പഠിപ്പിച്ച, ഇളയ 2 മക്കളെയും പഠിപ്പിച്ച. അപ്പം എനിക്ക് മക്കളുടെ ഗുരുവാണെന്നുള്ളൊരു കൺസിഡറേഷൻ ഉണ്ട്. അപ്പോൾ അദ്ദേഹം റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഞങ്ങൾ പിക്കപ്പ് ചെയ്തു, ഗസ്റ്റ് ഹൗസിൽ വന്ന ഉടനെ, ഇടോ മധുര വിട്ടിട്ട് ചായ, 2 മുട്ട പൊരിച്ചത്, ഏത്തക്ക പുഴുങ്ങിയത്, ഇദ്ദേഹം കുറേ ഐറ്റം അങ്ങ് പറഞ്ഞു.
അപ്പം ഞാൻ പറഞ്ഞു പൊന്നെ സാറേ സാറ് ഡയബറ്റീസാണ്. ചേച്ചി എന്നെ വിളിച്ച് പറഞ്ഞു ഇതൊന്നും സാറിന് തരരുതെന്ന് പറഞ്ഞു. നീ പോടോ അവളെനിക്കൊന്നും തരത്തില്ല, ഇവിടെ വന്ന് ഞാൻ പട്ടിണിയാവുന്ന എങ്ങനെയാടോ എന്ന് പറഞ്ഞ് അദ്ദേഹം അതെല്ലാം കൊണ്ട് കഴിക്കാൻ തുടങ്ങി. അപ്പോൾ വളരെ ഫലിതമായിട്ട് ഡീൽ ചെയ്യും. അപ്പോൾ ഒരിക്കൽ ഞാൻ വനിതാ കമ്മീഷൻ്റെ ഡയറക്ടറായിരിക്കുന്ന അവസ്ഥയിൽ വനിതാ കമ്മീഷൻ ആകെ ഒരു വണ്ടിയേ ഉള്ളൂ. ചെയർപേഴ്സണും 5 മെമ്പർമാർക്കും എനിക്കും സെക്രട്ടറി IAS ഉദ്യോഗസ്ഥയ്ക്കുമായിട്ട് ഒറ്റ വണ്ടിയുള്ളൂ. അപ്പോൾ 2-3 വണ്ടി കൂടുതൽ വേണം. അപ്പോൾ അന്ന് ഞാനും ചെയർപേഴ്സൺ ആയിരുന്ന സുഗതകുമാരി ടീച്ചറും റോസോ പുന്നൂസ്മാട്ടും കൂടെ പോയി. അപ്പോൾ റോസോ പുന്നൂസ്മാട്ടം നായനാരുടെ മൂത്ത 58-ലെ ഫസ്റ്റ് മന്ത്രിസഭ സ്ഥലത്ത് MLA ആയതാണ് റോസോ പുന്നൂസ്. നായനാർ അത് കഴിഞ്ഞ് 71 കഴിഞ്ഞിട്ടാണ് MLA ആവുന്നത്. അപ്പോൾ ഞാനവിടെ ചെന്ന് ഇങ്ങനെ വർത്താനം പറഞ്ഞിട്ടിരിക്കുമ്പോൾ തുടങ്ങി കഴിഞ്ഞപ്പം അവിടുന്ന് ഒരാൾ വന്നു, സാറേ യൂണിവേഴ്സിറ്റിയുടെ പ്രോ വൈസ് ചാൻസലർ വന്ന് കുറച്ച് നേരമായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ സുഗതകുമാരി ടീച്ചർ പറഞ്ഞു അയ്യോ അദ്ദേഹത്തെ വിളിച്ചിട്ട് അദ്ദേഹത്തെ വിട്ട് നമുക്ക് കൂടുതൽ സംസാരിക്കാമല്ലോ എന്നോ. അപ്പോൾ ഈ നായനാർ പ്രോ വൈസ് ചാൻസലറെ വിളിച്ചു. അപ്പോൾ പ്രോ വൈസ് ചാൻസലർക്ക് വൈസ് ചാൻസലർ ആവണം. ഇദ്ദേഹം വന്ന് നായനോട് സംസാരിച്ചാൽ തുടങ്ങി. മുഖ്യമന്ത്രി തമിഴ്നാട് മുഖ്യമന്ത്രിക്ക് 3 പേർക്ക് PhD കിട്ടി. PhD കൊടുത്തു അദ്ദേഹത്തിന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ MSCക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടിയ സ്ത്രീയല്ലേ, അവർക്ക് PhD കൊടുക്കാം. എന്താ അല്ല സാറേ സഖാവിനൊരു PhD തന്നാൽ കൊള്ളാം എന്ന് യൂണിവേഴ്സിറ്റി എന്ന് ആഗ്രഹിക്കുന്നു. ഞങ്ങളിങ്ങനെ അമ്പരന്ന് പോയി. 10ാം ക്ലാസ് വരെ മാത്രം പഠിച്ച ഒരു മുഖ്യമന്ത്രിക്ക് PhD കൊടുക്കുക. ഞാനവിടെ നോക്കിയിട്ട് പറഞ്ഞു എടോ ഈ PhD പുഴുങ്ങി തിന്നാൻ കൊള്ളാവോടൂ എന്ന് വെച്ചു. അപ്പോൾ ഞാനൊക്കെ ചിരിച്ചു പോയി, സുഗതകുമാരി ടീച്ചറും ചിരിച്ചു പോയി. അപ്പോൾ മലയാള ഭാഷയിൽ PhD പുഴുങ്ങി തുളക്കാൻ കൊള്ളാവുന്ന. അപ്പോൾ സരസ്വതി പള്ളി ചോദിക്കട്ടെ ഇതുകൊണ്ട് എനിക്കെന്തോടെ ഗുണം, എനിക്ക് PhD ആയിട്ട് എന്ത് ഗുണം, 10ാം ക്ലാസ് പാസ്സുള്ള എനിക്ക് PhD ആയിട്ട് എന്ത് ഗുണം. പക്ഷെ അദ്ദേഹം 2 ആഴ്ച അദ്ദേഹത്തെ വൈസ് ചാൻസലർ ആക്കി. ഈ ഫലിതമൊക്കെ അടിച്ചു. പക്ഷേ ആൾ വന്നത് ഇന്നതിനാണെന്ന് മുഖ്യമന്ത്രിക്ക് അറിയാം. അദ്ദേഹത്തിന് പ്രൊമോഷൻ കൊടുത്തു, ചാൻസലറാക്കി. പക്ഷേ ഇതൊരു ഫലിതമായ രീതിയിലുള്ള സരസമായ രീതിയിലാണ് അദ്ദേഹം സിറ്റുവേഷൻ ഡീൽ ചെയ്തത്. അപ്പോൾ കാറിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു. നായനാർ പറഞ്ഞു സാമ്പത്തിക ബുദ്ധിമുട്ടാ, അപ്പോൾ എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യുന്നത്. റോസോ പ്രിൻസിപ്പൾ പറഞ്ഞു സഖാവേ ഞങ്ങൾക്ക് വണ്ടി തന്നിട്ടുണ്ടല്ലോ, ഞങ്ങൾ സഖാവിൻ്റെ വീടിന് മുമ്പിൽ നിന്ന് സത്യാഗ്രഹം ഇരിക്കാൻ പോകാം, നിരാഹാര സത്യാഗ്രഹം. നായനാർ പറഞ്ഞു നിരാഹാര സത്യം ആരോഗ്യത്തിന് വളരെ നല്ലതാണ് റോസമ്മേ. നമ്മുടെ ആയുർവേദ ആശുപത്രിയിൽ നാച്ചുറോപ്പതിയിലേക്ക് അവർ നിരാഹാരം ഇരുത്തും, ആരോഗ്യത്തിന് വളരെ നല്ലതാണെന്നത്. അപ്പോൾ റോസോ മുൻസോടം തിരിച്ചുപോയി, ഞാനും സുഗതകുമാരി ടീച്ചറും തിരിച്ചുപോയി. അപ്പോൾ ഈ സരസമായ സിറ്റുവേഷൻ രീതിയാണ്. വളരെ സീരിയസ് ആയി സമരസന്നദ്ധമായിട്ടൊരു ജനം നിൽക്കുകയാണ്. അപ്പോൾ ആ റോസോ മുൻസിപ്പാലിറ്റി തന്നെ പാർട്ടിയിൽ തന്നെ സീനിയറായ ഒരാളിനെ കൺട്രോൾ ചെയ്യാൻ ഒരു ഫലിത പ്രയോഗം. അപ്പോൾ മലപ്പുറത്ത് ഇദ്ദേഹം വരികയാണ്, ഇദ്ദേഹം ഒരു സന്ദർശനത്തിന് വരിക. അപ്പോൾ മലപ്പുറം ഗസ്റ്റ് ഹൗസിൽ മുറിയൊക്കെ ബുക്ക് ചെയ്തു. ഞാൻ DIG ആണ്, വിൻസൻ പോളാണ് അന്നത്തെ SP. ഞാനും വിൻസൻ പോളിലൂടെ രാവിലെ ഇദ്ദേഹം ഓണം എഴുന്നേൽക്കുന്നതിന് മുമ്പ് തന്നെ മുറിയുടെ അവിടെ കൊണ്ടുവന്നിട്ട് ദേശാഭിമാനി, ജനയുഗം 2 പത്രം കൊണ്ടുവച്ചു. ഇടതുപക്ഷത്തിന് 2 പത്രം അവിടെ കൊണ്ടുവച്ചു. പിന്നെ എഴുന്നേറ്റ് മുഖം കഴുകി നേരെ വന്നു. ആരുടെ ഇതെവിടെ കൊണ്ടുവച്ചേ? അപ്പോൾ ഞാൻ വിൻസൻ പോൾ ഞങ്ങളായത് കൊണ്ടുവച്ചെന്ന് പറഞ്ഞു. ഇതെന്തിനാണോ എനിക്ക്, ഞാനല്ലേ ഇതിൻ്റെ മാനേജിങ് ഡയറക്ടർ, നീ മനോരമ മാതൃഭൂമി കൊണ്ടുപോടൂ, എന്നെ എന്തൊക്കെ അവന്മാർ ചീത്ത വിളിച്ചെന്ന് അറിഞ്ഞിട്ടല്ലേ എനിക്ക് ഒരാൾ ചോദ്യം ചോദിച്ചാൽ പറഞ്ഞു. അപ്പോൾ നായനാരെ ആരൊക്കെ വിമർശിച്ചെന്നറിയണം. എന്താണ് വിമർശനം അറിഞ്ഞെങ്കിൽ ഇറങ്ങിയ പത്രക്കാർ ഒരു ചോദ്യം ചോദിച്ചാലേ ഈ വിമർശിച്ചത് പത്രക്കാരുടെ കയ്യിലുണ്ടല്ലോ മറുപടി കൊടുക്കണം. അപ്പം ഞങ്ങൾ അവിടെ തന്നെ മനോരമയും മാതൃഭൂമിയും വരുത്തി അവിടെ കൊണ്ടുവച്ചു. അപ്പം ഞങ്ങൾ ചിന്തിച്ചെന്ന് വെച്ചാൽ ഇദ്ദേഹം ഇടതുപക്ഷത്തിന് മുഖ്യമന്ത്രിയല്ലേ, ഇദ്ദേഹം ഇടതുപക്ഷത്തിൻ്റെ പത്രം വായിക്കാനാണ് ഇൻട്രസ്റ്റ് എന്ന് തോന്നി. അപ്പോൾ ഈ അദ്ദേഹത്തിന് ആംഗിളെന്ന് വെച്ചാൽ അദ്ദേഹത്തെ വിമർശിച്ചത് ആരൊക്കെ ഏത് പത്രത്തിൽ വിമർശിച്ചു എന്നറിഞ്ഞെങ്കിലേ പുള്ളിക്ക് അതിൻ്റെ ഉത്തരം കണ്ടെത്തി വെക്കാൻ പറ്റുള്ളൂ. അപ്പം മനോരമ മാതൃഭൂമിയാണ് പുള്ളിക്ക് വായിക്കേണ്ടേ. ഇപ്പോഴാണെങ്കിൽ ചാനൽ നോക്കിയാൽ എല്ലാം കിട്ടും, അന്നും ചാനലൊന്നും ഇല്ലല്ലോ. ഈ സാറ് നേരത്തെ പറഞ്ഞ കഥകളിൽ സാറിൻ്റെ മരണം കുറിക്കപ്പെട്ട ജാതകം, അലക്സാണ്ടർ ജേക്കബ് ഇന്ന വർഷം ഇന്ന മാസം ഇന്ന തീയതിയിൽ മരിക്കും എന്ന് 2 ജാതകങ്ങളെ കുറിച്ച് എന്നോട് പറഞ്ഞു. ആ കഥയൊന്ന് പറഞ്ഞു തരാമോ?